മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനമാണ്. നസ്രത്തിൽ നിന്നും മലനാട്ടിലേക്കുള്ള ദീർഘയാത്രയിൽ അവൾ ഒരിക്കൽ പോലും പരാതിപ്പെട്ടില്ല എന്നതാണ് അവളുടെ മഹത്വം. സത്രത്തിൽ ഇടം കിട്ടാതായപ്പോഴും മകൻ്റെ മേനിയിൽ പടയാളികൾ കുന്തമുന ഏൽപ്പിച്ചപ്പോഴും അവൾക്ക് പരാതിയുടെ മുഖപടം ധരിക്കാമായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രമേൽ കഠിന പീഡകളെന്ന് ഉച്ചരിച്ച് നിലവിളിക്കാമായിരുന്നു. പക്ഷേ അവൾക്ക് അതിന് കഴിയില്ല. മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് തീർക്കാനുള്ളതല്ല ജീവിതമെന്ന് അവൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. അവൾക്ക് പരാതിയുടെ ഭാഷ അറിയുമായിരുന്നില്ല. പരിപാലനയുടെയും പരിത്യാഗത്തിൻ്റെയും ഭാഷ മാത്രമേ അവൾക്ക് വശമുള്ളൂ. ഓർക്കണം, നമ്മൾ പരാതിപ്പെടുന്നുണ്ടോ എന്ന്. പരാതി പറഞ്ഞ മർത്തായും പഴയ നിയമത്തിലെ മോശയും പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മോശ കാനാൻ ദേശം കാണാതെ പോയതും മർത്ത മിശിഹായുടെ തിരഞ്ഞെടുപ്പിൽ പെടാതെ പോയതും പരാതിപ്പെടലിൻ്റെ തത്വശാസ്ത്രം വിളമ്പിയതുകൊണ്ടാണ്. പരാതികൾ ഒഴിവാക്കാം, ജീവിതം ആസ്വദിക്കാം. അമ്മ നമ്മെ സഹായിക്കും. പരിഭവങ്ങളില്ലാത്ത അമ്മയല്ലേ സ്വർഗീയ മാതാവിനോട് ചേർന്ന് നിൽക്കുക. കാരണം അവൾ നിത്യ തേജസ്സിൻ്റെ തീരത്തെത്താൻ കടക്കേണ്ട കടലാണ്. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.